കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു 3D സ്റ്റാർ നിർമ്മിക്കാൻ പോവുകയാണ്. ഒന്നല്ല, ഒരുപാട് 3D സ്റ്റാറുകൾ. ഇതേപോലെ ചെറിയൊരു കഷ്ണം പേപ്പർ മതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പശയൊന്നും ആവശ്യമില്ല. കുറച്ച് മടക്കുകളും ഒരു കട്ടിങ്ങും മാത്രം മതി. സ്റ്റാർ റെഡിയാണ്. വളരെ മനോഹരമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ A4 സൈസ് വലുപ്പത്തിലുള്ള പേപ്പറാണ്. അപ്പോൾ അതിന് നമുക്കൊരു സ്ക്വയർ രൂപത്തിലാണ് വേണ്ടത്. അതായത് നീളവും വീതിയും ഒരേപോലെയുള്ള പേപ്പറാണ് വേണ്ടത്. പ്രത്യേകിച്ച് വലുപ്പമൊന്നും പറയുന്നില്ല. ഏത് പേപ്പറായാലും അതിൻ്റെ നീളവും വീതിയും ഒരേപോലെ ഉണ്ടാവണം. അപ്പോൾ അതിന് ഈ രീതിയിൽ മടക്കിയാൽ മതി, ത്രികോണം രീതിയിൽ. ഒരു തവണയും കൂടി നമ്മളതിനെ ഒരു ത്രികോണം ആകൃതിയിൽ മടക്കുന്നു. മടക്കുകളൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണേ, കാരണം മടക്ക് പാടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ ഒരു പാട് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മടക്കിയത്. അതിനുശേഷം നമ്മുടെ ഭാഗത്തേക്ക് ഒരു ചതുരം ഷേപ്പിൽ ഒരു മടക്കും കൂടി കൊടുക്കുന്നു. നമ്മുടെ ഭാഗത്തേക്കാണ് ഞാൻ മടക്കിയെടുത്തത് കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡ് ഒരു മടക്ക് അവിടെ ഓൾറെഡി ഉണ്ട് ത്രികോണം ആകൃതിയിൽ. തിരിച്ച് ഒരു മടക്കും കൂടെ നമ്മളവിടെ വരുത്തുന്നുണ്ട്. അതിൻ്റെ നടുക്ക് നമുക്കൊരു പോയിൻ്റ് കിട്ടണം. ആ പോയിൻറ്റിന് വേണ്ടിയിട്ടാണ് മടക്കുകൾ നിവർത്തുമ്പോൾ ആ രണ്ട് മടക്കിൻ്റെയും കൂടി ചേരുന്ന ഭാഗത്ത് ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, മനസ്സിലാക്കിയിരുന്നാൽ മതി. ആ മടക്കിലേക്ക് നമ്മൾ അതിൻ്റെ മറ്റേ കോർണർ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ കോർണർ അതിനോട് ചേർത്ത് വെച്ച് പിന്നെ വരുന്ന മടക്ക് എവിടെയാണോ അതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ നടുഭാഗം. അപ്പോൾ അത് നമുക്ക് തിരിച്ചു വെക്കാം. ഇനി ആ സ്റ്റാറിൻ്റെ നടുഭാഗമാണ് അത്. ആ കോണം എന്ന് പറയുന്നത് സ്റ്റാറിൻ്റെ നടുഭാഗമാണ്. ഇനി നമുക്ക് അതൊന്നും കൂടി ത്രികോണാകൃതിയിൽ ഉള്ളിലേക്ക് മടക്കാം. ഒരു മടക്കും കൂടി. ആ മടക്ക് നല്ല വൃത്തിയിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണേ, അങ്ങനെ സ്റ്റാറിൻ്റെ മടക്ക് പാടാണ്. പിന്നെ താഴെയുള്ള പേപ്പറും കൂടി ത്രികോണാകൃതിയിൽ ആ മടക്കിനോട് ചേർത്ത് വെച്ച് മടക്കി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നടുവേ വെച്ചൊന്ന് പുറത്തോട്ട് മടക്കി അവിടെയും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാറിൻ്റെ മടക്കുകൾ. ഇനി നമുക്കിത് മുറിച്ച് കളയാണ് വേണ്ടത്. ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ത്രികോണത്തിൻ്റെ ആ വരയുണ്ടല്ലോ, അതിലൂടെ മുറിക്കരുത്. അതിലൂടെ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിവർത്തുമ്പോൾ കറക്റ്റ് വട്ടം പോലെ തോന്നും. അപ്പോൾ ആ ത്രികോണത്തിൻ്റെ കോർണറിന് താഴേക്ക് ഒരു 2 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ താഴേക്ക് മാർക്ക് ചെയ്ത് അവിടുന്ന് മറ്റേ കോർണറിലേക്ക് ലൈൻ ഇട്ടിട്ട് നമുക്ക് മുറിക്കാം. ലൈൻ ഇടാണ്ട് നിങ്ങൾക്ക് മുറിക്കാം. കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് വരച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റാറിൻ്റെ മടക്കുകളും കഴിഞ്ഞു, മുറിച്ച് മാറ്റി. ഇനി നമ്മൾക്കിത് നിവർത്തി ഒന്ന് ഷേപ്പ് ആക്കിയെടുത്താൽ മതി. ശരിക്കും നിവർത്തുക. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇത് സ്റ്റാർ ആയിട്ടില്ല, കുറച്ച് മടക്കുകൾ കൂടെ നമുക്ക് റെഡി ആക്കേണ്ടതുണ്ട്. സ്റ്റാറിൻ്റെ നീളം കൂടിയ ഭാഗങ്ങളില്ലേ, കണ്ടോ? ഈ 3 ഭാഗങ്ങളുടെയും മടക്ക് മുകളിലേക്ക് രീതിയിൽ വരണം. അപ്പോൾ അതിൻ്റെ മടക്ക് മുകളിലേക്കാണ്, ഇതിൻ്റെ മുകളിലേക്കാണ്, ഇതിൻ്റെ മുകളിൽ 3 എണ്ണത്തിൻ്റെ മുകളിലേക്കാണ്. ആ 2 എണ്ണത്തിൻ്റെ മടക്ക് താഴേക്കായിരിക്കുന്നത്, ശ്രദ്ധിച്ചോ? അപ്പോൾ നമുക്ക് തിരിച്ച് പുറത്തോട്ടാക്കി മടക്കണം. താഴേക്കുള്ള മടക്ക് മുകളിലേക്കാക്കി നന്നായി പ്രസ് ചെയ്യുക. 2 എണ്ണത്തിൻ്റെ മാത്രമേ അങ്ങനെ വരുള്ളൂ കേട്ടോ. ബാക്കി 3 എണ്ണം ഓൾറെഡി മുകളിലേക്കായിരിക്കും. താഴേക്കുള്ള 2 ഭാഗങ്ങളും കൂടി മുകളിലേക്കാക്കി മടക്കിയ ശേഷം പുറത്തേക്ക് നീണ്ട ഭാഗമാണേ, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാം. നന്നായി ആ മടക്കുകൾ നന്നായി നമുക്ക് പ്രസ് ചെയ്ത് കിട്ടണം. മടക്കുകളാണ് ആ സ്റ്റാറിൻ്റെ ഭംഗിയുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് നിവർത്താം. സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഓരോ മടക്കും ഒന്നും കൂടി ഒന്ന് ഞാൻ വൃത്തിയാക്കി ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കിന്ന് തറയിലിട്ടൊന്ന് അടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാർ റെഡിയായി. ഇനി ബാക്കിയെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെറിയ സ്റ്റാറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മാറ്റി കൊട്ടിച്ച് കൊടുക്കുമ്പോൾ അതിന് വേറെ ഭംഗിയും വേറെ രൂപമൊക്കെ കിട്ടും. നമ്മൾ സ്ക്വയർ ഷേപ്പിൽ എടുക്കുന്നതിന് ആദ്യം മുറിച്ച് മാറ്റിയ പേപ്പറില്ലേ, ആ പേപ്പർ കൊണ്ടും സ്റ്റാർ ഉണ്ടാക്കാം. ശരിക്കും ചെറിയ സ്റ്റാർ കാണാനാണ് ഇതിൻ്റെ ഭംഗി. വലുതിനെക്കാട്ടും ഭംഗി കൂടുതൽ ചെറുതാണ്. പിന്നെ നിങ്ങളുടെ ക്രിബിലൊക്കെ പുൽക്കൂടിൽ തൂക്കിയിടാൻ നല്ലതും ചെറുതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പേപ്പറിന്, ഇങ്ങനത്തെ പേപ്പറിന് കളർ A4 പേപ്പറാണ് ഇത്. കടയിൽ 2 രൂപയാണ് ഒരു പേപ്പറിന്. ഒരു പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടാക്കാൻ കഴിയും. ഇനി കളർ പേപ്പർ കിട്ടിയില്ല എങ്കിൽ സാധാരണ A4 ഷീറ്റിൽ ചെയ്തിട്ട് കളർ ചെയ്താലും മതി. പിന്നെ ചെറിയൊരു കഷ്ണം പേപ്പർ മതി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏത് പേപ്പർ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ കഴിയും. പല കളറിലുള്ള പേപ്പർ വാങ്ങിയിട്ട് ചെയ്യാം കേട്ടോ. വെള്ള പേപ്പറിൽ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കളർ അടിച്ചാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഇതേപോലെ മാല പോലെ നൂലിൽ കോർത്ത് നിങ്ങളുടെ പുൽക്കൂടിൽ തൂക്കിയിടാം, അല്ലെങ്കിൽ ഭിത്തിയിൽ വെറുതെ ഒട്ടിച്ചാലും, അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ നീളം കുറച്ചും കൂട്ടിയും ഒക്കെ ചെയ്യാറില്ലേ, അതേപോലെ തൂക്കിയിട്ടാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിന് എന്താണെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് നിർമ്മിച്ച 3D സ്റ്റാറുകൾ തന്നെ ആവട്ടെ നിങ്ങളുടെ പുൽക്കൂടിനെ അലങ്കരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക്